ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ അവിടുത്തെ കൃപയിൽ നടത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇപ്രകാരം വിശ്വാസത്തോടുകൂടി ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവ്, നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനുമൊക്കെ മുഖാന്തരമാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. സഭ എന്നുള്ള നിലയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും കടമകളും ഒക്കെ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ നാളുകളിൽ നിർവഹിപ്പാൻ ദൈവം നമ്മെ നടത്തേണ്ടതിനു വേണ്ടി, സഹായിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വിവിധ ഭാഗങ്ങൾക്ക് അതിലെ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളൊക്കെ താല്പര്യത്തോടുകൂടെ നന്നായി ആത്മീയമായ ഒരുക്കത്തോടുകൂടെ നിർവഹിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം കർത്താവേ, ഞങ്ങളെ ആയിരുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചു. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ നൽകി ഞങ്ങളെ ഈ നാളുകളിൽ പുലർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകമായ കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾ സഭയായി നിന്റെ മക്കളായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അല്പസമയം കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചിലവിടുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇതിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവെ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞങ്ങളെ മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് പ്രചോദനമാകുന്ന, ഊർജമായി തീരുന്ന നല്ല നല്ല വചനങ്ങളാലും ചിന്തകളാലും ഞങ്ങളെ മുൻപോട്ട് നയിക്കണം. കർത്താവെ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവ് ഇനിയും ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി ഇതിൽ പങ്കുചേരുവാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ആത്മീയമായ അഭിവൃദ്ധിക്ക്, ആത്മീയമായി ഞങ്ങളുടെ സഭ ശക്തിപ്പെടുത്തുന്നതിന്, കൂടുതൽ കർത്താവെ വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നതിന് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കർത്താവെ മുഖാന്തരമാകണമേ, സഹായമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും, പ്രാർത്ഥിക്കുന്നവരെയും, വചനം വായിക്കുന്നവരെയും, വചനം സംസാരിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. പിതാവേ, അവരോടെല്ലാം അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ. അവരെ എല്ലാം അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബാബുച്ചാനാണ്. അതിനുശേഷം പ്രതിഭ ആൻറ്റി സങ്കീർത്തനം വായിക്കും. ഇപ്പോൾ ശ്രീ ബാബു മാത്യു പാട്ടുകൾക്ക് നേതൃത്വം നൽകും. കേൾക്കാമോ? കേൾക്കാം. യെസ്. മാത്രം ഉണ്ടാവട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി,
സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമായി വലിയ വലിയ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനാ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകേരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം
തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ശോഭയേറും സ്വർപ്പൂരിയിൽ തീരമതിൽ ചേർന്നിടും ഞാൻ. ശോഭയേറും സ്വർപ്പൂരിയിൽ തീരമതിൽ ചേർന്നിടും ഞാൻ. ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. എന്റെ കൺകൾ തുണയാരോടും വൻകിരിയിൽ. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ. ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടും. ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടും. ഉയർത്തിയിടും എന്റെ കൺകൾ തുണയാലും വൻകിരിയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടി സർവ കാലം വാടിടുവാൻ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ദൈവമേ ഇപ്പോൾ പ്രതിഭ ആന്റി സങ്കീർത്തനം വായിക്കും. അച്ഛാ കേക്കാവോ? കേൾക്കാം ആന്റി. യെസ്. സങ്കീർത്തനം 22, Psalms 22. My God, why have you forsaken me? Why are you so far from helping me and from the words of my groaning? Oh my God, I cry in the daytime, but you do not hear, and in the night season, and am not silent. But you are holy, enthroned in the praises of Israel. Our fathers trusted in you. They trusted, and you delivered them. They cried to you and were delivered. They trusted in you and were not ashamed. But I am a worm and no man, a reproach of men and despised by the people. All those who see me ridicule me. They shoot out the lip. They shake the head, saying,
He trusted in the Lord. Let him rescue him. Let him deliver him, since he delights in him. But you are he who took me out of the womb. You made me trust while on my mother's breasts. I was cast upon you from birth, from my mother's womb. You have been my God. Be not far from me, for trouble is near, for there is none to help. Many bulls have surrounded me. Strong bulls of Bashan have encircled me. They gape at me with their mouths, like a raging and roaring lion. I am poured out like water, and all my bones are out of joint. My heart is like wax, it has melted within me. My strength is dried up like a potsherd, and my tongue clings to my jaws. You have brought me to the dust of death. For dogs have surrounded me. The congregation of the wicked has enclosed me. They pierced my hands and my feet. I can count all my bones. They look and stare at me. They divide my garments among them, and for my clothing they cast lots. But you, O Lord, do not be far from me. O my strength, hasten to help me. Deliver me from the sword, my precious life from the power of dog. Save me from the lion's mouth and from the haunts of the wild oxen. You have answered me. I will declare your name to my brethren. In the midst of the assembly, I will praise you. You who fear the Lord, praise him. All you descendants of Jacob, glorify him and fear him, all you offspring of Israel. For he has not despised nor abhorred the affliction of the afflicted, nor has he hidden his face from him. But when he cried to him, he heard. My praise shall be of you in the great assembly. I will pay my vows before those who fear him. The poor shall eat and be satisfied. Those who seek him will praise the Lord. Let your heart live forever. All the ends of the world shall remember and turn to the Lord, and all the families of the nations shall worship before you. For the kingdom of the Lord's, and he rules over the nations. All the prosperous of the earth shall eat and worship. All those who go down to the dust shall bow before him, even he who cannot keep himself alive. A posterity shall serve him. It will be recounted of the Lord to the next generation. They will come and declare his righteousness to the people who will be born, that he has done this. Thanks be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവികമായ കൃപയിൽ, ദൈവികമായ സംസർഗത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം കർത്താവ് തൻ്റെ കൃപയാൽ നമ്മളെ കാത്തു പരിപാലിച്ചൊരു പുതിയ പകൽക്കാലത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തി. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുപാട് ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും നടത്തിപ്പിനായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ആ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച്
നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവസഭയായി നമ്മളെ നടത്തുന്ന, നമ്മളെ പുലർത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഈ നമ്മുടെ ഇടവകയിലെ മുൻകാലങ്ങളിൽ സേവനം ചെയ്തിട്ടുള്ള പട്ടക്കാര്, അവരുടെ കുടുംബങ്ങൾ, വിവിധ കാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കമ്മിറ്റി, അങ്ങനെയുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഈ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കാൻ, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്, നന്മയാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതുകൊണ്ട് വിനയത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അതിനെയൊക്കെ അനുഭവിപ്പാനും വരും തലമുറയ്ക്ക് വേണ്ടി അതിനെയൊക്കെ കാത്തു സൂക്ഷിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസ സമൂഹമായിട്ട് ഒരു സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ, ദൈവ സ്നേഹത്തിൽ നമ്മളെ നിറയ്ക്കുവാനായി ദൈവം മനുഷ്യനായി തീർന്നതിൻ്റെ ഓർമ്മ പുതുക്കപ്പെടുന്ന ഒരു കാലം. ആ ഒരു കാലയളവിലേക്ക് നമ്മൾ സഭയായിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ഇതൊരു സന്തോഷത്തിൻ്റെ കാലയളവായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്തോഷം. അതുകൊണ്ട് ഈ നാളുകളിൽ സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭയായി ഈ നാളുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാനായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ നമ്മളുടെ കരോൾ റൗണ്ട്സുകൾ ആരംഭിക്കുകയാണ്. വൈകുന്നേരത്ത് നമ്മൾ ആരംഭിച്ച് രാത്രി ഏറെ വൈകുവോളം നമ്മൾ പല ഭവനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സംഘമായിട്ട് സന്ദർശിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ അതിലൊക്കെ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ കന്യക മറിയം എലിസബത്തിനെ സന്ദർശിച്ചതുപോലെ വിദ്വാൻമാർ കുഞ്ഞായിരുന്ന യേശുവിനെയും കുടുംബത്തെയും ഒക്കെ സന്ദർശിച്ചതുപോലെ ആട്ടിടയർ ബേത്ലഹേമോളം ചെന്ന് ഈ അത്ഭുതത്തെ കാണണമെന്ന് പറഞ്ഞ് അവര് യേശുവിൻ്റെ ഭവനം സന്ദർശിച്ചതുപോലെ നമുക്കും സ്നേഹത്തോടെ നമ്മുടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കാനും ആശംസകളൊക്കെ നേരാനും ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ. അതൊക്കെ ഒരു ദൈവികമായ സമയമാണ്, അന്തരീക്ഷമാണ്. അതൊക്കെ ആ ഒരു ഒരുക്കത്തോടുകൂടെ നന്മയോടുകൂടെ നിർവഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ കരോൾ റൗണ്ട്സ് ഒക്കെ ഈ 2 ആഴ്ചയായിട്ട് നമുക്ക് പൂർത്തീകരിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഈ 8-ാം തീയതി നമ്മുടെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സൺഡേ സ്കൂളും യൂത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ആഘോഷമാണല്ലോ ദേവാലയത്തിൽ. അത് അനുഗ്രഹീതമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 14-ാം തീയതി നമ്മുടെ സഭയുടെ ക്രിസ്മസ് കരോൾ സർവീസാണ്. നമ്മുടെ ഗായക സംഘവും സഭയും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങും. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കുവാനും അതും സന്തോഷത്തിൻ്റെ മറ്റൊരു കൂട്ടായ്മയും കൂടിച്ചേരലും ഒക്കെ ആയിത്തീരുവാനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗാനങ്ങളൊക്കെ പരിശീലിക്കുന്ന ഗായക സംഘത്തിന് വേണ്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും അവരെ അതിനുവേണ്ടി ഒരുക്കുന്നവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ BHEL ഹൈടെക് സിറ്റി മിയാപൂർ ഏരിയയുടെ ക്രിസ്മസ് ആഘോഷവും 22-ാം തീയതി നടക്കുന്നു, ഡിസംബർ. അതും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടുകൾക്ക്, നമ്മുടെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും കരുതുവാനും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ ഒരുങ്ങുന്നു.
അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുവാൻ സഭയായി ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 8-ാം തീയതി നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്തോത്രാർപ്പണം നടത്തുകയാണ്, ദശാംശ സ്തോത്ര സമർപ്പണത്തോടൊപ്പം. അതിനു വേണ്ടിയ സാമ്പത്തികമൊക്കെ അതിലൂടെ കണ്ടെത്തുവാൻ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയിൽ ഈ നാളുകളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് ആരാധന, ന്യൂ ഇയർ സർവീസ്, ആണ്ടവസാന ആരാധന എല്ലാം അനുഗ്രഹമായി ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നാട്ടിലായിരിക്കുന്ന മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബാംഗ്ലൂരായിരിക്കുന്ന തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, KC ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി, രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, CI ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, അന്നമ്മ ജേക്കബ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം, ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രായത്തിൻ്റെ ബലഹീനതകളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം ഒക്കെ ഇവരെ നടത്തുന്നു. ചിലരൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പള്ളിയിലൊക്കെ വരുന്നുണ്ട്. വരാൻ കഴിയാതെ ഭവനങ്ങളിലും മറ്റുള്ളവരുടെ കരുതലിലും ശുശ്രൂഷയിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ പലവിധമായ ശാരീരികമായ വൈഷമ്യങ്ങളിൽ, ബലഹീനതകളിലായിരിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ശമലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ PM ജോണിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീല ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ ബലഹീനതകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവിൽപ്പെട്ട നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, കുടുംബങ്ങളിൽ നമ്മുടെ അറിവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും സൗഖ്യവും ആശ്വാസവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചാക്കോ ജോർജ് അങ്കിൾ നാളുകളിൽ അല്പം അസ്വസ്ഥനാണ്, ശാരീരികമായ വൈഷമ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്നു. പ്രിയപ്പെട്ട ദാസന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിൽ പലരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ സർവൈവൽ ടൈമിലാണ്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവം ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തെ പ്രത്യേകം ഓർക്കാം. വലിയ ഭാരിച്ച പണച്ചെലവുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. അതൊക്കെ കണ്ടെത്തുവാനും കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ലഭിക്കാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മറ്റ് പലവിധമായ രോഗാവസ്ഥകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പല ഈ സമയങ്ങളിൽ പല മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി, സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്ന പല അംഗങ്ങളുമുണ്ട് നമ്മുടെ സഭയിൽ, മൈനറായിട്ടുള്ളത്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ രോഗാവസ്ഥകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗാവസ്ഥകളിലൂടെ, പ്രത്യേകിച്ച് പനിയുടെ പ്രയാസങ്ങളാൽ, അലർജിക് പ്രയാസങ്ങളാൽ, കഫ്, കോൾഡ് അങ്ങനെയുള്ള രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിടുതലും ആരോഗ്യവും ഒക്കെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ സ്കൂളിലും ഒക്കെ നല്ല കുഞ്ഞുങ്ങളായി നന്നായി പഠിക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മൊബൈലും ടെലിവിഷനും ഗെയിമുകളും ഒക്കെ വലിയ അഡിക്ഷനായിട്ട് മാറുകയാണ് നമ്മുടെ തലമുറയിൽ. പലരെയുമൊക്കെ നമുക്ക് പലപ്പോഴും അവരെയൊക്കെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുമെന്നുള്ളതിൽ സംശയമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരൊക്കെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും.
അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷയ്ക്കായിട്ട് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രീ ബോർഡ്സിനൊക്കെ വേണ്ടി അവർ എഴുതുന്നു, മെയിൻ എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ട ബുദ്ധിയും വിവേകവും ഒക്കെ നൽകി നന്നായിട്ട് ഒരുങ്ങുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഡിഗ്രി പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, പഠനം ആരംഭിച്ചിട്ടുള്ളവർ, അങ്ങനെ പല നിലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന, ഹയർ എഡ്യൂക്കേഷനിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ പല സിറ്റികളിലും വിദേശത്തുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ഓർക്കാം. നമുക്ക് അവർക്കൊക്കെ ദൈവം നല്ല ഉപജീവന മാർഗങ്ങളെയൊക്കെ നൽകി കുടുംബജീവിതത്തെയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പുതിയ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്, ഭവനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ. ജോലിയിലായിരിക്കുന്ന എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പല നിലകളിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, ഗവൺമെൻറ് ജോബ്സിലായിരിക്കുന്നവർ, IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് സ്വന്തമായിട്ട് അല്ലാതെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം വേണ്ട എല്ലാ ബലവും അനുഗ്രഹങ്ങളും അവരുടെ ജോലി മേഖലകളിലൊക്കെ ദൈവാനുഗ്രഹങ്ങളൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവര്, കുഞ്ഞുങ്ങള്, ഭർത്താക്കന്മാര്, ജീവിത പങ്കാളികളൊക്കെ വിദേശങ്ങളിലുള്ളവരുണ്ട്, കുടുംബമായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആയിരിക്കുന്നിടത്ത് അവരുടെ ജോലി മേഖലകളിലൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന 2 ഭവനങ്ങളുണ്ട് നമ്മുടെ സഭയിൽ. നമ്മുടെ സച്ചിൻ എബ്രഹാമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അഭിലാഷിന് വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥിക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്യാരിയിങ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ഉദരഫലത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം നൽകണമേ. പ്രത്യേകിച്ച് അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസം ദൈവം റിൻസിക്കും റോണിക്കും 2 ഇരട്ട ആൺകുഞ്ഞുങ്ങളെ നൽകി. 2 പേരെല്ലാവരും സുഖമായിരിക്കുന്നു. അവര് ഈ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഭവനത്തിലേക്ക് വരും എന്ന് ചിന്തിക്കുന്നു. ദൈവം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. റിൻസിക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജീവയ്ക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാരിയിങ് ആയിരിക്കുന്ന മേരിക്ക് വേണ്ടി, നിവ്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം അവർക്കും തക്ക സമയത്ത് നല്ല വിടുതൽ നൽകണമേ, കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിൽ ദീർഘവർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടും ലഭിക്കുന്നതിൽ വൈകുന്ന കുടുംബങ്ങളുണ്ടല്ലോ. ദൈവം അവർക്ക് തലമുറകളെയൊക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ആ കുടുംബങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ വസിക്കണമേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടുകൂടെ അവർ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള പലരും ഉണ്ടല്ലോ നമ്മുടെ സഭയിൽ. അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരൊക്കെ കടന്നു പോകുന്ന മാനസികമായ വിഷമങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് സഭയായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിവേകത്തോടുകൂടെ പെരുമാറുവാൻ നമ്മളെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ തുടർന്നും ഒരുക്കണമേ. മുറിവുകളൊക്കെ സുഖപ്പെട്ട് മുമ്പോട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ
അവർക്ക് തുടർന്നും കുടുംബജീവിതങ്ങളൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിത പങ്കാളികളെ അവർ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം അവർക്ക് നല്ല തുണകളെ, പങ്കാളികളെയൊക്കെ ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായിട്ട്, വിശ്വാസികളായിട്ട് അവരെ വിധിക്കാതെ, കുറ്റപ്പറയാതെ, സ്നേഹത്തോടെ, കരുണയോടെ അവരെയൊക്കെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ഒട്ടനവധി ജീവിത പ്രയാസങ്ങളിലായിരിക്കുന്ന, വ്യക്തിപരമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന അവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്സ് പ്രോബ്ലംസിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. കുടുംബ ബന്ധത്തിൽ, എക്സ്റ്റെൻഡഡ് ഫാമിലീസുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വലിയ സ്ട്രെയിൻ ഉള്ളവരുണ്ടാവാം നമ്മുടെ ഇടയിൽ. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നായി സ്നേഹത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പര ബന്ധത്തിലാണല്ലോ. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളാരും നമ്മളിൽ തന്നെ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ജീവിക്കുവാനുമല്ല, പരസ്പര സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് റിലേഷൻഷിപ്സ് പ്രോബ്ലം നേരിടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ പല സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഓർക്കാം. ടെൻഷൻസ് ഉള്ളവരുണ്ട്, സ്ട്രെസ് ഉള്ളവരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളികളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്, ജോലിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. മറ്റനേകം കാരണങ്ങളാൽ സങ്കടപ്പെടുന്ന, സ്ട്രെസ്സായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരോടൊക്കെ ഇടപെടണമേ. അവരുടെ ജീവിതങ്ങളിലൊക്കെ വേണ്ട ആവശ്യ ഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചൊരു വർക്ക് കൾച്ചർ മാറുകയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പലപ്പോഴും ജോലിയുടെ കാര്യങ്ങളിലും പണസമ്പാദനത്തിൻ്റെയും ഒക്കെ ഇടയിൽ അവർ ജീവിക്കാൻ മറന്നു പോകുന്നു. ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ അവർ മറന്നു പോകും. അറിഞ്ഞോ അറിയാതെ പ്രൊഫഷനെയും പണത്തെയും പദവികളെയും ഒക്കെ സ്നേഹിക്കുന്നവരായി തീരുന്നു. ഇതൊരു വലിയ ക്രൈസിസ് ആണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ അതൊന്നും കടന്നുകൂടാതെ സന്തോഷത്തോടെ ദൈവം അനുവദിക്കുന്ന സമയത്തോളം സ്നേഹത്തോടെ ജീവിപ്പാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ മധ്യത്തിൽ പലവിധമായ ആവശ്യങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിലായിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർ, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും, നമ്മുടെ ചിന്താകുലങ്ങളും ദൈവ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭ നിലനിൽക്കുന്ന ഇടങ്ങളിലൊക്കെ സാക്ഷ്യത്തോടുകൂടെ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവവചനത്തിൽ ശക്തിപ്പെടുത്തി ദർശനത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ CSI സഭയെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മേടക്ക് ഡയസിസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും, മിഷണറി പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവിലൊക്കെ കർത്താവിൻ്റെ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാരെയും, സുവിശേഷ പ്രവർത്തനങ്ങളെയും, മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. അതൊക്കെ ദൈവസ്നേഹത്തിൽ നിർവഹിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണ സംവിധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ദരിദ്രരായിട്ടുള്ള, ഭവനമില്ലാത്ത, ഒരുപാട് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. കാലാവസ്ഥയുടെ കെടുതികളിലൊക്കെ ഭവനം നഷ്ടപ്പെട്ട് തെരുവോരങ്ങളിൽ, റിലീഫ് ക്യാമ്പുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. പ്രകൃതി ക്ഷോഭങ്ങളിലൊക്കെ പെട്ട് വീടും വേണ്ടപ്പെട്ടതുമൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയി റീഹാബിലിറ്റേഷൻ, റിലീഫ് ക്യാമ്പുകളിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. പലരെയും നമുക്ക് സഹായിക്കാൻ കഴിയില്ല. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ
അവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയും. അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സത്കർമ്മമാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് വേണ്ട സമാധാനവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ കൂടിവരവിൻ്റെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടന്നു വന്ന നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ഈ സമയത്ത് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് റീനി ഇപ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമോ അച്ഛാ? യെസ്. സ്തോത്രം കർത്താവേ, സ്തുതി, സ്തോത്രം 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 കർത്താവേ. ഒരിക്കൽ കൂടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് എന്ന അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതാ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാമായിരുന്ന എല്ലാ ആപത്തനർത്ഥം ഞങ്ങളെ കാത്തുവിടുവച്ചല്ലോ കർത്താവേ. ഒരിക്കൽ കൂടി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ നാഥ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അപ്പ. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന എല്ലാവരെയും ഞാൻ പല ആവശ്യങ്ങളാൽ ഇത് ജോയിൻ ആകാൻ പറ്റാത്തവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരെല്ലാം അങ്ങ് കുടുംബമായി അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവേ. എന്റെ യേശുപ്പ, ഞങ്ങളുടെ ചർച്ചിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ചർച്ച് ഫെലോഷിപ്പ്, എല്ലാ ഫെലോഷിപ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കോയർ, ചർച്ച് കമ്മിറ്റി, വിമൻസ് ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ എല്ലാത്തിനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രവർത്തനവും അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മാസം നടക്കുന്ന എല്ലാ പ്രോഗ്രാംസുകൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവേ. എല്ലാം ഭംഗിയായി നടക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. കൂടെ ഇരിക്കണമേ നാഥ, വഴി നടത്തണമേ കർത്താവേ. ഞങ്ങളുടെ അച്ഛനായി പ്രാർത്ഥിക്കുന്ന, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അച്ഛനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു മനസ്സോടെ ഞങ്ങളെ നയിക്കുവാൻ നിന്റെ മകനെ നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ നാഥ. കൊച്ചുമയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകളുടെ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും നിന്റെ പുണ്യനാമത്തെ നീ മായ്ച്ചു കളയണമേ കർത്താവേ. തിരുകൃപയാൽ പൊതിയണമേ കർത്താവേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും, അവരെ അനുഗ്രഹിക്കണമേ അപ്പ. അവിടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടായിരിക്കണമേ നാഥ. കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രായമായ ആന്റിമാരെയും അങ്കിൾമാരെയും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ താങ്ങായി തണലായി കൂടെ ഇരിക്കണമേ കർത്താവേ. ഏകാന്തതയെ കൂട്ടായിരിക്കണമേ കർത്താവേ. നിന്റെ ദൈവിക സമാധാനത്തെ നൽകണമേ, സന്തോഷത്തെ നൽകണമേ കർത്താവേ. കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവേ. ദൈവമേ, രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പ. അവരോട് കനിവുണ്ടായിരിക്കണമേ അപ്പ. ദൈവമേ, നിന്റെ അത്ഭുത രോഗസൗഖ്യത്തിന്റെ കരങ്ങളിൽ നീ തൊടണമേ അപ്പ. രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ കർത്താവേ. ദൈവമേ, നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾ സൗഖ്യമായെന്ന് നിന്റെ വിശ്വസ്ത സാക്ഷ്യം പറയാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ പ്രത്യാശ അവർക്ക് നൽകണമേ കർത്താവേ. അവരുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. എല്ലാവരെയും തിരുകൃപയാൽ പൊതിഞ്ഞു സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ പള്ളിയിലുള്ള ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെ ജോലിയുടെ ആവശ്യങ്ങൾ, വിവാഹത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം നീ കൂടെ ഉണ്ടായിരിക്കണമേ അപ്പ. കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവ്. ഞങ്ങളുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനിയത്തിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനിയത്തി കുട്ടികളായി പ്രാർത്ഥിക്കുന്നപ്പ. അവരെല്ലാം അനുഗ്രഹിക്കണമേ, ആരോഗ്യത്തെ കൊടുക്കണമേ കർത്താവ്. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ നാഥാ. ദൈവമേ, മറ്റാവശ്യങ്ങൾ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർക്കുന്ന കർത്താവേ. അവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ദാനമാവുന്നല്ലോ കർത്താവേ. അവർ നടക്കേണ്ടുന്ന വഴി അവർക്ക് നീ കാണിച്ചു കൊടുക്കണമേ കർത്താവേ. നല്ലത് തിരിച്ചറിയാനുള്ള കഴിവിനെ കൊടുക്കണമേ അപ്പ. അവരുടെ ഭാവിയെ കരുതണമേ. ലോകത്തിന്റെ മോഹങ്ങളിൽ വീഴരുതേ നാഥ. ദൈവിക ഭയത്തിലും ദൈവിക ജ്ഞാനത്തിലും വളർന്നു വരും കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കൂടെ ഇരിക്കണമേ, നീ വഴികാട്ടിയായിട്ടുണ്ടായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ 10th-ലും 12th-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അപ്പുനായി പ്രാർത്ഥിക്കുന്നു, സിലുവയ്ക്ക് പ്രാർത്ഥിക്കുന്നു അപ്പം. നെയ്തനായിട്ട് പ്രാർത്ഥിക്കുന്നു, ഓസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ, അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ.
ആരോഗ്യത്തെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വരുന്ന പരീക്ഷയിൽ പഠിക്കാനുള്ള ഉത്സാഹത്തെ കൊടുക്കണമേ കർത്താവേ. പഠിക്കുന്നൊക്കെയും ഓർമ്മിച്ചിരിക്കാനുള്ള കഴിവിനെ നൽകണമേ കർത്താവേ. നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. അവരുടെ ഭാവിയെ കരുതണമേ അപ്പാ. നീ അല്ലാതെ മറ്റാശ്രയം ആരുമില്ല കർത്താവേ. ഞങ്ങൾ പരിപൂർണമായി നിന്നെ സമർപ്പിക്കുന്ന അപ്പാ. നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അടുത്ത മകളെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കാത്തുകൊള്ളണമേ കർത്താവേ. അവിടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവേ. തമ്മിൽ കാണുവോളം നിന്റെ ദൂരം അടിച്ചിറയും മറവിൽ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളെ തന്നെ തിരുമുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടി ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഒരു വർഷം ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ ആപത്തനർത്ഥം വിടുവിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അതാ സ്തുതിക്കുന്ന ദൈവമേ. പുതിയ വർഷത്തിലേക്ക് കടക്കും ഞങ്ങളുടെ മനസ്സുകളെ നീ ഒരുക്കണമേ അപ്പാ. ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ അപ്പാ. ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കരുതുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പാ. ഞങ്ങളോട് കൃപയുണ്ടായിരിക്കണമേ അപ്പാ. ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ അപ്പാ. ദൈവമേ, we surrender ourselves to you, my Lord. We submitting our fears, weakness, iniquities and sorrows to you, my Father. Mercy upon us. Cleanse us with your holy blood and fill with Holy Spirit. And Father, give us your peace, grace, and hope to us, my Father. Thank you for everything, my Father. Thank you for the uncountable blessings you've given us. Thank you for everything. Thank you for loving us, my Father. Thank you for everything. Bless us, my Father. Thank you for hearing us prayers, Father. Thank you for everything. Amen. உணர்வின் பிரபுவே, உணர்வின் ராஜா, வந்திடனே தேயவா. ஏழகளின் சபையில் உணர்வின் பிரபுவே, உணர்வின் ராஜா, வந்திடனே தேயவா. ஏழகளின் சபையில் ഉറക്കത്തിൽ കിടക്കും ജനം മാറുന്നു തിരുകൃപകൾ. ഉറക്കത്തിൽ കിടക്കും ജനം മാറുന്നു തിരുകൃപകൾ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണമാത്മനാഥ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണമാത്മനാഥ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ വേട്ടയാലോടി തളർന്ന വേട്ടയാലോടി തളർന്ന വരുന്നു ആദരവാർത്തിരു സവിധേ ആശ്വാസദായകനേ. വരുന്നു ആദരവാർത്തിരു സവിധേ ആശ്വാസദായകനേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ ജീവിത ക്ലേശങ്ങളോ കാണുമ്പോ, ജീവിത ക്ലേശങ്ങളോ വൻമേടുകൾ കാണുമ്പോ, തെല്ലും താളരാതെ ധൈര്യമായി ജയിപ്പാ ശക്തി പകർന്നിടണേ.
തെല്ലും തളരാതെ ധൈര്യമായി ജയിപ്പാൻ ശക്തി പകർന്നിടണേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവകൃപയിലായിരിക്കാനും ദൈവമിടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം തൻ്റെ കൃപയാൽ ദൈവം നമ്മെ നടത്തി പരിപാലിച്ചല്ലോ. സഭയായി പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ദൈവം നമ്മെ നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റീതി പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ 2024 ഏകദേശം കുറച്ച് മാസങ്ങളൂടെ കഴിയുമ്പോൾ അത് അവസാനിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. ടൈം ഈസ് ഫ്ലൈയിങ് ഫാസ്റ്റ് അല്ലേ? വളരെ പ്രകാശവേഗത്തിലൊക്കെ സമയങ്ങളൊക്കെ മാറുകയാണ്. നമുക്ക് പ്രായം കൂടുന്നു, രോഗം മാറുന്നു, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു, ജോലിയിലാകുന്നു, കുടുംബമാകുന്നു, അവർ പേരൻസ് ആവുന്നു. ഇതൊക്കെ നമ്മൾ അറിയുന്നതിനൊക്കെ മുമ്പേ, തിരിച്ചറിയുന്നതിനൊക്കെ മുമ്പ് തന്നെ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ കൂടുതൽ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊരു പുതുവർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ നാളുകളിലൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ദൈവത്തിന് നന്ദി അർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ കുറവുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുദപിക്കാനും പശ്ചാത്തപിക്കാനും ആരോടെങ്കിലുമൊക്കെ നിരപ്പ് പ്രാപിക്കാനും ക്ഷമ പറയാനും സോറി എന്നൊക്കെ പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ. അത്തരത്തിൽ ഈ നാളുകൾ കൺസ്ട്രക്റ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് ചിലവിടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് December 6th ഫ്രൈഡേ ആണ്. സാധാരണ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ രാഷ്ട്രീയം പറയണമോ എന്നൊക്കെ ഉള്ളതൊരു ചോദ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ നമ്മൾ ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അമേരിക്കയിലാണ് ഞാനത് കേട്ടിട്ടുള്ളത്. അത് ഈ നവംബർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയും. എന്ന് വെച്ചാൽ അന്ന് അതൊരു മാർക്കറ്റ് ഡേ ആണ്, ഒരു സെയിൽ ഡേ ആണ്. എല്ലാ സാധനങ്ങളും വലിയ ഷോപ്പുകളിൽ, മോളുകളിലൊക്കെ വളരെ റിഡക്ഷനിൽ, ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ദിവസമാണ്. അതൊരു മാർക്കറ്റ് ഡേ ആണ് ബ്ലാക്ക് ഫ്രൈഡേ എന്നൊക്കെ പറയണം. ഞാൻ കൽക്കട്ടയിലായിരുന്ന സമയത്ത് അവിടുത്തെ ബിഷപ്സ് കോളേജ് മാത്രമല്ല എല്ലാ സെമിനാരികളിലും എല്ലാ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും തേഴ്സ്ഡേ ഈസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുണ്ട്. തേഴ്സ്ഡേ എല്ലാ വ്യാഴാഴ്ചകളും അവർ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ ബ്ലാക്ക് ആണ് ധരിക്കും.
അതിൻ്റെ ഒരു കാരണം അത് ഭാരതത്തിൽ അതുപോലെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന അസമത്വങ്ങളെയും അനീതികളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ, ഇപ്പോൾ സ്ത്രീകൾ, ഭാരതത്തിലെ ദളിത് സമൂഹങ്ങൾ, കറുത്ത വർഗ്ഗക്കാർ, ന്യൂനപക്ഷങ്ങളൊക്കെ പലയിടങ്ങളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് അവർ എല്ലാ വ്യാഴാഴ്ചകളിലും ബ്ലാക്ക് ധരിക്കുന്നത്. ഇത് ഇന്ന് നമ്മളുടെ ഈ ഒരു ദിവസം, ഈ ഒരു ഫ്രൈഡേ December 6 ഒരു ബ്ലാക്ക് ഡേ ആണോ അറിയത്തില്ല. ഇറ്റ് ഈസ് എ മിക്സ് ഡേ ആണ്. 1991 December 6 ഇതും അന്നും ഒരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേയിലാണ് നമ്മുടെ ഒരു ഭാരതത്തിലൊരു ബാബറി മസ്ജിദ് വാസ് ഡിമോളിഷ്ഡ് ബൈ ദി കർസേവക്സ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകൾ ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നും കടന്നു വന്ന ഒരു സമരമായിട്ട് ചെന്ന് രഥയാത്രയായിട്ടൊക്കെ പോയി അവിടെ ചെന്ന് അതിനെ തല്ലിപ്പൊളിച്ച് കളഞ്ഞ ഒരു ദിവസമാണ്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് നമുക്കുണ്ട്. അവിടെ അതിനു മുമ്പ് രാമൻ ജനിച്ച സ്ഥലമായിരുന്നു, അവിടെ രാമമന്ദിരമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു മിത്ത് 16th century മുതൽ ഒരു മത ആരാധനാലയത്തെ തല്ലി തകർക്കുന്നു. അവിടെ ഇപ്പോൾ ആ മസ്ജിദ് ഇല്ല, പകരം അവിടെ നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് രാമക്ഷേത്രം പണിയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഭാരതത്തിന്റെ പല ഇടങ്ങളിലും എവിടെയെല്ലാം മുസ്ലിം പള്ളികളുണ്ടോ അതെല്ലാം ഒരു കാലത്തെ ഹിന്ദു മതത്തിന്റെ ദൈവങ്ങളുടെ ജന്മസ്ഥലമാണ് എന്ന ഒരു ലെജൻഡ് ഉണ്ടാക്കി അതിനെയൊക്കെ പൊളിക്കാനും അതിന്റെ തറ തുറക്കാനും ഒക്കെ നടക്കുന്ന ഒരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ദീസ് തിങ്സ് ആർ നോട്ട് വെരി ഹോപ്പ്ഫുൾ ഫോർ ഇന്ത്യൻ ജനറേഷൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹികമായ ഭാവിക്ക് ഇത് അത്ര ശുഭകരമായിട്ടുള്ള ചില സൂചനകളല്ല നമ്മളുടെ ഈ കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന മഹാത്മാ ഡോക്ടർ BR അംബേദ്കറിന്റെ ജയന്തി ദിനമാണ്. 69th ഡെത്ത് ആനിവേഴ്സറി ആണ്. സോ ആ ദിവസമാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിന്ന് കാണണമെന്ന് അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ സമാധി ദിനം തന്നെ ഇത്തരത്തിൽ വളരെ ഹിസ്റ്റോറിക്കലി ഒരു ഹെയ്നസ് ആയിട്ടുള്ള ആക്ടിന് വേണ്ടി ഇത് ചെയ്ത ഒരു തെരഞ്ഞെടുത്തു എന്നുള്ളത് മറ്റൊരു മെമ്മറിയാണ് അല്ലേ. നമ്മൾ പറയത്തില്ലേ, ക്രിസ്മസ് എന്ന് പറഞ്ഞ വിശ്വാസികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു ദിനമാണ്, ആഹ്ലാദത്തിന്റെ ദിനമാണ്. പക്ഷേ നമ്മളിൽ ചിലർക്കെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നുകിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അന്ന് നമ്മളിൽ നിന്ന് ആകസ്മികമായി വേർപെട്ടു പോയെങ്കിൽ. ചിലർ പറയത്തില്ലേ, ഇപ്പോൾ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിക്കുന്ന ചില മക്കൾ ജീവിക്കുമ്പോൾ അവർ പറയും, അവരുടെ ബർത്ത്ഡേ പറയും ഐ വിൽ നോട്ട് സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ ബിക്കോസ് ഞാൻ ജനിച്ച ദിനം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട ദിവസമാണ് എന്ന് പറയത്തില്ല. ഒരു വേദനയുടെ, എല്ലാവരും സന്തോഷിക്കേണ്ട ദിനത്തിൽ അവർക്കും പറയാനുള്ള ഒരു വേദനയുടെ ഒരു ദിനമാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. ചില ദിവസങ്ങളൊക്കെ ഒരു മിക്സ് ഫീലിംഗ് ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിന് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്ന് ഈ നാളുകളിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മൾ ഭാഗമായിരിക്കുന്ന സിസ്റ്റത്തെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണകൾ ഉണ്ടാകണം. അതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം. നമ്മുടെ as an Indian Christian, we need to think responsibly and act responsibly. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടെ ചിന്തിക്കാനും ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറാനും ബിഹേവ് ചെയ്യാനും നമുക്കൊക്കെ കഴിയും. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഒരു ദിവസത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. 91 എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ആ ദിനം നല്ല വ്യക്തമായിട്ട് ഓർമ്മയിലുണ്ട്. വാട്ട് ഹാപ്പൻഡ്, അതിനുശേഷം നടന്ന ഭാരതത്തിൽ പലയിടങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില ദുർദിനങ്ങൾ, ചില മോശപ്പെട്ട ദിവസങ്ങൾ, ചില കെട്ട ദിനങ്ങൾ കൂടെ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതുകൂടെ ഓർക്കണം. അത് ഓർക്കുന്നത്
ഇങ്ങനെയുള്ള ദുർദിനങ്ങൾ, ദുർസംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. അപ്പൊ അത് ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് പെന്തക്കോസ്തിനെ കുറിച്ചും അതിൻ്റെ ഇമ്പാക്ട്സിനെ കുറിച്ചും അതിൻ്റെ ഇഫക്ട്സിനെ കുറിച്ചും ആണ്. എന്താണ് ആദിമ സഭയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അവരുടെ മേൽ ആത്മാവ് വന്ന് അവര് സുവിശേഷം പറയാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ, ഈ ലോകത്തിലുള്ള യേശു കർത്താവിൻ്റെ ഇടപെടലുകളിലൂടെ മനുഷ്യകുലത്തിന്, മനുഷ്യ ചരിത്രത്തിന് ആകമാനം സംഭവിച്ച മാറ്റത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച് ഒക്കെ അവര് പ്രഘോഷിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലും അവർ ഭാഗമായി നിൽക്കുന്ന സമൂഹത്തിലും ചുറ്റുപാടുകളിലും ലോകത്തിലും ഒക്കെ ഏത് തരത്തിലുള്ള സ്വാധീനങ്ങളാണ്, ഏത് തരത്തിലുള്ള അനുരണനങ്ങളാണ്, മാറ്റങ്ങളാണ് അവർക്ക് വരുത്താൻ കഴിഞ്ഞത് എന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് പെന്തക്കോസ്റ്റിന്റെ ദ ഇഫക്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്, ഇമ്പാക്ട് ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ കമ്മ്യൂണിറ്റി, ഓൺ ദ ഫസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, they all became the witnesses of the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ടൊക്കെ അവര് മാറി. അവരെല്ലാം ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ തുടങ്ങി. അതായത് അവര് പറയുകയാണ്, ഞങ്ങളിതൊക്കെ കണ്ട കാര്യമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ച കാര്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ ഇടപെടലുകളിലൂടെ സംഭവിച്ചതൊക്കെ വി ആർ ദ വിറ്റ്നസസ് ഓഫ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജീവിതത്തിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ്. ആൻഡ് വെൻ വി ബിക്കം ദ വിറ്റ്നസസ് ഓഫ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ദ വേൾഡ് ബിഗിൻ ടു ചേഞ്ച്. അപ്പോഴാണ് ലോകം മാറാൻ തുടങ്ങുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി, ക്രിസ്തുവിന്റെ സാക്ഷികളായി നമ്മൾ പരിണമിക്കുമ്പോൾ, നമ്മൾ മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, then the context, the environments, the situations that we are located, we are in will begin to change. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് തുടങ്ങും. അതുകൊണ്ട് ഈ സഭ, ഈ ജനം, ഈ ദുർബലരായിരിക്കുന്ന, ഈ പാവപ്പെട്ടവരായിരിക്കുന്ന, ഈ ബലഹീനരായിരിക്കുന്ന, സാധാരണക്കാരായിരിക്കുന്ന ഈ മനുഷ്യര് കർത്താവിന്റെ സാക്ഷികളായി തീർന്നപ്പോൾ, അവര് ദൈവത്തിന്റെ വചനത്തെ സാക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ, അവര് ക്രിസ്തുവിനെ സാക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ, the world began to notice them, the world began to identify them. ആ ലോകം, അവരുടെ ചുറ്റുപാടുകൾ അവരെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി, അവരെ വീക്ഷിക്കുവാൻ തുടങ്ങി. ലോകം അവരെ നിരീക്ഷിക്കുവാൻ തുടങ്ങി, അവർ പറയുന്നതിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ then we see a sense of transformation, then we see beginning of the transformation of the world. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സഭ മാറിയപ്പോൾ ലോകം മാറാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. So the second impact of Pentecost is transformation. എന്താണ്? മാറ്റമാണ്, രൂപാന്തരമാണ് പെന്തക്കോസ്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് the church began to change. ഈ ജനങ്ങൾ മാറി എന്നുള്ളത് മാത്രമല്ല, ഈ ജനങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ സഭ മാറിയപ്പോൾ, ഈ ശിഷ്യ സമൂഹം ദൈവത്തിന്റെ ആത്മാവിനാൽ ബലപ്പെട്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങിയപ്പോൾ, then the world also began to change. ലോകം, ചുറ്റുപാടുകള് മാറുവാനായിട്ട്. We see a kind of an interest, a sense, a crave for change and transformation in the world. ഇത് ഈ കർത്താവിനെ സാക്ഷിക്കുന്ന ഒരു സഭയെ കണ്ടപ്പോൾ, ഒരു സമൂഹത്തെ കണ്ടപ്പോൾ, ആ ലോകത്തിൽ ചുറ്റുപാടുകളിലും ഒരു മാറുന്നതിനു വേണ്ടി, അവരുടെ ജീവിതം പരിവർത്തനപ്പെടുവാനായിട്ട്, അവരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാനുള്ള ഒരു ഏർജ്, ഒരു താല്പര്യം, ഒരു ഇഷ്ടം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ച നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. When
Peter narrated the summary of the life of the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സംക്ഷിപ്തം പത്രോസ് അപ്പോസ്തലൻ വിവരിച്ചു കഴിഞ്ഞപ്പോ അത് കേട്ട് നിന്നവർ, അവരിൽ ഉണ്ടായ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്താണെന്നറിയാമോ? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അല്ലെ? ഹൃദയത്തിൽ കുത്തുകൊള്ളുക. ഇംഗ്ലീഷിലേക്ക് വായിക്കുമ്പോൾ എന്താണ്? there was a break in their heart. അവരുടെ ഹൃദയം നുറുങ്ങി. അവരുടെ ഹൃദയത്തിൽ ഒരു നുറുക്കമുണ്ടായി. അല്ലെങ്കിൽ അവർക്ക് ഒരു ഇന്റേണൽ ഡിലമ, അല്ലെങ്കിൽ ആന്തരികമായ ഒരു വേദന, അവർക്കുള്ളിൽ ഒരു പ്രയാസമുണ്ടായി. അവര് ഉള്ളിൽ നിന്ന് അവർക്കൊരു വേദന, ഒരു സങ്കടം, ഒരു പെയിൻ അനുഭവപ്പെട്ടു. അതാണ് നമ്മുടെ ഈ സുവിശേഷങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം. ഇവിടെ നിന്നാണ് ചേഞ്ചസ് ഷുഡ് ബിഗിൻ ഫ്രം ഇന്റേർണലി ഔട്ട് അല്ലെ? അകത്ത് നിന്നുള്ള മാറ്റങ്ങൾക്കാണ് നിലനിൽപ്പുള്ളത്, ലൈഫ് ഉള്ളത്. ഇന്ന് പലപ്പോഴും നമ്മളുടെയൊക്കെ മാറ്റങ്ങൾ വളരെ എക്സ്റ്റേണലാണ്. പക്ഷെ ഇവിടെ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരുടെ ഉള്ളില് അസ്വസ്ഥമാകാൻ തുടങ്ങി. കാരണം പത്രോസിന്റെ സുവിശേഷം ഒരു നോൺ കൺഫോമിറ്റിയുടെ ഒരു മെസ്സേജാണ്. അതായത് കാര്യങ്ങളെ പോകുന്ന രീതിയിൽ പറയുന്ന ഒരു സുവിശേഷമായിരുന്നില്ല. കാരണം പത്രോസിന്റെ വിവരണം, പത്രോസിന്റെ വ്യാഖ്യാനം, പത്രോസിന്റെ പറച്ചില് വ്യത്യസ്തമായ ഒരു പറച്ചിലാണ്. അതുകൊണ്ട് see the explanations of the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും അത് കേൾക്കുന്നവരെ എന്ത് ചെയ്യണം? ഒരു വിശകലനത്തിലേക്ക് നയിക്കണം. The listeners, the hearers, sorry, the hearers of the word of God should move into a sense of self-evaluation. അല്ലെ? ഒരു ആത്മശോധനയിലേക്ക്, ആത്മപരിശോധനയിലേക്ക് കേൾവിക്കാരെ, അത് വചനം ശ്രദ്ധിക്കുന്നവരെ നയിക്കത്തക്ക വിധമുള്ള ഒരു ഒരുക്കം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഊർജം തീർച്ചയായിട്ടും നമ്മളുടെ വചനത്തിനുണ്ടാകണം. അവരുടെ ഉള്ളില്. And the word was directly speaking to their heart. It was not conversing, communicating with their mind and intellect. അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നില്ല. The word was going directly to the heart. അതുകൊണ്ട് ആ വചനം അവരുടെ ഉള്ളിൽ വന്ന് പതിച്ചപ്പോൾ they were all disturbed. They were all disoriented in their perceptions. They were all disoriented in their life. അവരുടെ ജീവിതത്തിൽ, അവരുടെ ചിന്തകളിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായി, ഒരു അസ്വാരസ്യമുണ്ടായി, ഒരു അലോസരമുണ്ടായി, ഒരു അസ്വസ്ഥതയുണ്ടായി. അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ എന്താന്ന് പറയുമ്പോൾ we suppress our internal disturbances. നമ്മൾ പലപ്പോഴും നമ്മുടെ ആന്തരികമായ അസ്വസ്ഥതകളെയും ഉള്ളിൽ നിന്ന് മാറാനുള്ള ആഹ്വാനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അതിനെ അടയ്ക്കും, അതിനെ തല്ലിക്കെടുത്താനായിട്ട്, അതിനെ സപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. that is the dilemma of the modern man. ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട്, പുറമേയുള്ള സുഖ സൗകര്യങ്ങൾ കൊണ്ട്, പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട് ആന്തരികമായ നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാനുള്ള ആഹ്വാനങ്ങളെയും നമ്മൾ തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കും. കാരണം അവിടെ പറയുന്നുണ്ട്, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ പറയുന്നു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? the crave, the urge for salvation, രക്ഷ പ്രാപിക്കുവാനായി, ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കുവാനുള്ള താല്പര്യം എന്ന് പറയുന്നത് വളരെ ഇനേറ്റ് ആണ്. നമ്മളിലെല്ലാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളു നമ്മളോട് പറയും, you should change, you cannot be like this, you want to change, you should change എന്ന് പറയുമ്പോ നമ്മൾ എന്ത് പറയുന്നറിയാമോ? we have the urge to change internally. Unfortunately, we suppress the urge to change internally with the external things. നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളിൽ നിന്ന് പലപ്പോഴും അങ്ങനെ നമ്മളെ പുറമേ ഉള്ള കാര്യങ്ങൾ പറയും. പള്ളിയിൽ പോകണമെന്നും സഭയിൽ ആക്റ്റീവ് ആകണമെന്നും സഭയുടെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടണമെന്നും വചനം പഠിക്കണമെന്നും വചനപ്രകാരം ജീവിക്കണമെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും
എന്താണ് പറയുന്നത്, നമ്മളുടെ പുറമേയുള്ള കാര്യങ്ങൾ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നത്, അവന് വാസ്തവം മനസ്സിലായി, അവന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവന് ധനവാനായിരുന്നത് കൊണ്ടും അവൻ ധനത്തെ സ്നേഹിച്ചത് കൊണ്ടും അവന് മാറാൻ കഴിഞ്ഞില്ല. അവൻ വിഷമിച്ച് മടങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മളുടെ പലരുടെയും ഒരു വലിയ പ്രോബ്ലം അതാണ്. വി ഓൾ ആർ ലിവിങ് ഇൻ എ ഡിലമ. ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ള, അകവും പുറവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിൽ, സമ്മർദ്ദത്തില് നമ്മളൊക്കെ അങ്ങനെ വി ഓൾ ആർ സ്ട്രെസ്ഡ്, അല്ലെ? നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയൊന്നും അല്ല ഒരു ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അറിയുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം. അറിയത്തില്ലെങ്കിൽ പ്രശ്നമില്ല. അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും എക്സ്പെക്ടേഷൻസും റിയാലിറ്റീസും രണ്ടും രണ്ട് തലത്തിലായിരിക്കുന്ന സമയത്താണ് അവർ ലൈഫ് ഈസ് സ്ട്രെസ്ഡ്. അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യര് അവര് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യണം? സി, വി ആർ ഇന്റേർണലി ഡിസ്റ്റർബ്ഡ്. നിന്റെ വചനം കേട്ടപ്പോൾ, സുവിശേഷം കേട്ടപ്പോൾ, they began to ask, what should we do? ഞങ്ങൾ എന്താ ചെയ്യണം? They all began to evaluate themselves. അവര് സ്വയം വിമർശിക്കാൻ തുടങ്ങി, സ്വയം നിരീക്ഷിക്കാൻ തുടങ്ങി, സ്വയം വിശകലനം ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളുടെയൊക്കെ ഒരു വലിയ കുഴപ്പം, നമ്മൾ വചനം കേൾക്കുമ്പോൾ വി തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഫോർ us, ഇറ്റ് ഈസ് ഫോർ ദി അതർ വൺ. ഇത് നമ്മളോടല്ല, ഇത് അടുത്തിരിക്കുന്നവനോടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം. ഇത് എനിക്കുള്ളതല്ല, ഇത് അടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ചിന്ത അതാണ്. നമ്മൾ പലപ്പോഴും വി ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ ദി അതർ. അവരിന് വേണ്ടി കേൾക്കുന്നവരാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദ വേർഡ് ഓഫ് ഗോഡ് ഡയറക്ട്ലി കംസ് ടു മീ. ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ, ഇറ്റ് ഡയറക്ട്ലി കംസ് ടു മീ. ഇറ്റ് ഹിറ്റ് മീ ഫസ്റ്റ്. ഇത് എന്നെയാണ് ആദ്യം അടിക്കുന്നത്. എൻ്റെ മേലാണ് ആദ്യത്തെ പ്രഹരമേൽക്കേണ്ടത്. എനിക്കാണ്, എൻ്റെ ജീവിതത്തിലാണ് ഇത് ആന്തരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? The word of God will definitely change the people. ജനങ്ങളെ ഈ ദൈവത്തിന്റെ വചനം തീർച്ചയായിട്ടും മാറ്റും. The impact of Pentecost is transformation. നിരന്തരമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സഭ. നമ്മുടെയൊക്കെ ഒരു വലിയ കുഴപ്പമാണ്, നമുക്കൊക്കെ മാറ്റം വലിയ ഇഷ്ടമാ. We love change, but we are not ready to change. നമുക്ക് മാറ്റം വലിയ ഇഷ്ടമാ, പക്ഷെ നമ്മൾ മാറാൻ തയ്യാറല്ല, അല്ലേ? രൂപാന്തരങ്ങളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാ, പക്ഷെ നമ്മൾ സ്വയം രൂപാന്തരപ്പെടാൻ സന്നദ്ധമല്ല. ഒരു സമൂഹത്തിന്റെ, സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇതാണ് ഏറ്റവും വലുത്. ചില ജീവിതങ്ങളിൽ, ചില കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. സോ ഇൻസ്റ്റന്റേനിയസ് ആണ്. They begin to ask, what should we do? സക്കായിയെ പോലെയാണ്. ദൈവത്തിന്റെ വചനം വന്നപ്പോൾ അവനും സമ്പന്നനായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവനും ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ടു ചൂസ് ഈസ് വെരി ഈസി. പലപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാ, പക്ഷേ ഹൗ ഡു വി കണ്ടിന്യൂ ഇൻ അവർ ഡിസിഷൻ ടു ചേഞ്ച്? നമ്മൾ മാറാൻ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ തുടരാൻ കഴിയുന്നതാണ് പ്രസക്തം. ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ് ടു ചേഞ്ച്, ബട്ട് to continue to change is a challenge. നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, നിരന്തരമായ മാറ്റത്തിന്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ആൻഡ് we are afraid of the consequences of the change. ഈ മാറ്റത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും മാറാൻ കഴിയാത്തത്. നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. എന്നാൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മാറാനായിട്ട്, രൂപാന്തരപ്പെടുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. What should we do? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പരിശുദ്ധാത്മാവെന്ന ദാനം. യു ഷുഡ് റിപ്പന്റ്. നിങ്ങൾ മാനസാന്തരപ്പെടും.
നിങ്ങൾ മാനസാന്തരപ്പെടും. അതിന്റെ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. നമ്മൾ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്നാനവും പരിശുദ്ധാത്മാദാനവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിലങ്ങ് ശ്രദ്ധിക്കും. പക്ഷെ അതിന്റെ 2-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. എന്നിട്ട് പറയുന്നു എന്താണ് പ്രാക്ടിക്കൽ, the practical suggestion, the practical not prescription to experience transformation, to experience change in our life. പത്രോസ് പറയാണ് അവരോട്, എന്താണ് പറയുന്നത് അറിയാമോ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. നമ്മൾ ഈ വക്രതയുടെ തലമുറയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ നമ്മൾ സന്നദ്ധമാകുന്ന ഇടത്താണ് ദൈവത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രക്ഷ സാധ്യമാകുന്നത്. മനസ്സിലായോ? പത്രോസ് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷേ അത് മാത്രം പറ്റത്തില്ല എന്നാ പറയുന്നത്. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല. You should do further or a social responsibility of transformation. നമ്മുടെ റിപ്പൻറ്റൻസിന്റെ, പശ്ചാത്താപത്തിന്റെ, അനുതാപത്തിന്റെ ഒരു സാമൂഹികമായ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ, അല്ലേ? അതായത് നമ്മളോട് ദൈവം പറയും, നമുക്കൊരു കുഴപ്പമുണ്ട്. ചിലരൊക്കെ മാനസാന്തരപ്പെട്ടാലും ചേരുന്നവരാണ്. പല ചേരികളാ, അല്ലെ? ആ ചേരി, നമ്മുടെ ഭാരതം സ്വതന്ത്രമായപ്പോൾ നമുക്കൊരു നയമുണ്ടായിരുന്നു. എന്താണ് നോൺ അലയൻസ് എന്ന് പറയുന്നത്? വെച്ചാൽ ചേരാ നയം. നമ്മൾ ഒരു ചേരിയിലുമില്ല, അമേരിക്കൻ ചേരിയിലുമില്ല, സോവിയറ്റ് ചേരിയിലുമില്ല, അല്ലേ? അതൊക്കെ ഇന്നിപ്പം മാറി. ചേരാതെ നമുക്കിന്ന് നിലനിൽക്കാൻ പറ്റത്തില്ല. സഭയിൽ ഗ്രൂപ്പുണ്ട്, എല്ലാ സഭയിലും ഉണ്ട് ഗ്രൂപ്പ്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, ഇവിടുത്തെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിന്റെ ആളുകളാണ്, അല്ലേ? നമ്മുടെ CSI സഭയിൽ പല ഗ്രൂപ്പുകളാണ്, ഓരോരോ മഹായിടവകയിലും പല പല ഗ്രൂപ്പുകളാണ്, ചേരികളാണ്, സംഘങ്ങളാണ്, അവരുടെ സോഷ്യൽ മീഡിയകളുണ്ട്. ഇതിലൊന്നും ഇല്ലാത്തവരുടെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിലോ എത്തിപ്പെടണമെങ്കിലോ ഉള്ളത് പോകാതിരിക്കണമെങ്കിലോ ഏതെങ്കിലുമൊക്കെ ചേരിയിൽ നിൽക്കണം. അതുകൊണ്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പക്ഷെ വളരെ ശക്തമായി ഈ ജനങ്ങളോട് പറയുന്നു, ഇത് വക്രതയുള്ള ഒരു തലമുറയാ. ദേ ആർ നോട്ട് തിങ്കിങ് സ്ട്രെയിറ്റ്. അവരൊന്നും നേരെ വാ നേരെ പോ സത്യസന്ധമായി ചിന്തിക്കുന്ന വക്രതയാണ്, കള്ളത്തരമാണ്, കാപട്യമാണ്, ചതിയാണ്, വഞ്ചനയാണ് ഈ തലമുറയെ മുൻപോട്ട് നയിക്കുന്ന ഫിലോസഫി. നിങ്ങൾ മലയാളത്തിൽ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങി, അഡ്വക്കേറ്റ് ശങ്കരൻ ഉണ്ണിയോ, അങ്ങനെ ഒരു നായകനാണ്, പക്ഷെ വില്ലനാണ്. ചെയ്യുന്നത് മുഴുവൻ അനീതിയാണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വക്കീല് ജീവിതത്തിൽ വളരാൻ വേണ്ടി കാണിക്കുന്ന കള്ളത്തരങ്ങളെ കുറിച്ച്, കൊലപാതകങ്ങളെ കുറിച്ച്, ചതിയെ കുറിച്ച്, വഞ്ചനയെ കുറിച്ചുള്ള സിനിമയാണ്. ഹി ഈസ് ദ ഹീറോ ഓഫ് ദ മൂവി. ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും കാപട്യം കാണിക്കുന്നവരും നേരായി ചിന്തിക്കാത്തവരും അധർമ്മം പ്രവർത്തിക്കുന്നവരും ഒക്കെ നായകരാകുന്ന ഒരു ലോകം. അതാണ് ഈ വക്രതയുടെ തലമുറ എന്ന് പറയുന്നത്. വക്രതയെ വിശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ വക്രതയുടെ ഒക്കെ ഭാഗമായി തീരുന്നു പലപ്പോഴും. ഇതിനെ വിമർശിക്കാതെ ഇരിക്കുമ്പോൾ, ഈ വക്രതകളെയൊക്കെ നമ്മൾ തുറന്ന് കാട്ടാതെ ഇരിക്കുമ്പോൾ, ഇത് വഞ്ചനയാണ്, ഇത് ചതിയാണ്, ഇത് നീതികേടാണ് എന്ന് നമ്മൾ പറയാതെ ഇരിക്കുമ്പോൾ നമ്മളോ അവരോടൊക്കെ ആ ചേരിയിലായി തീരുകയാണ് പലരും. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ ജനത്തോട് പറയുന്നു, രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വക്രതകളിൽ പെട്ടുപോകാതെ, ചതിയിലും വഞ്ചനയിലും അസത്യത്തിലും അധർമ്മത്തിലും ഒന്നും പെട്ടുപോകാതെ സ്വയം സംരക്ഷിച്ച് സ്വയം വിശുദ്ധിയോടുകൂടെ സ്വയം നൈർമല്യതയോടുകൂടി നിൽക്കാനുള്ള ഒരു താല്പര്യമാണ്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ, രൂപാന്തരം എന്ന് പറഞ്ഞാൽ വക്രതകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. There is always difference between reality and reflections, അല്ലേ? നമ്മളൊക്കെ ഇന്ന് പ്രതിബിംബങ്ങളെ പ്രണയിക്കുന്നവരാണ്, അല്ലേ? ഇംഗ്ലീഷിൽ ഒരു ഫിലോസഫിക്കൽ, ഒരു സോഷ്യോളജിക്കൽ കൺസ്ട്രക്ട് ഉണ്ട്. എന്താണെന്നറിയാമോ? നാർസിസ്റ്റ് എന്ന് പറയും. നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്വന്തം പ്രതിബിംബങ്ങളെ മാത്രം പ്രണയിക്കുന്നവരുടെ ഒരു കാലം. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ അതാണ്. നമ്മൾ തന്നെ നമ്മുടെ ബിംബങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വി ലവ് അവർ ഇമേജസ്, വി ലവ് ourselves, വി ബിൽഡ് അവർ പ്രൊഫൈൽസ്, അല്ലെ? ചിലരൊക്കെ ഇങ്ങനെ എഴുതുകയാണ്, ഞാൻ അച്ഛനായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അയ്യോ ഞാൻ എന്നെ വിമർശിച്ചവരോട് ഞാൻ ക്ഷമിച്ചു, അവരോട് കൂടെ ഞാൻ ചായ കുടിച്ചു, അവരോട് ഞാൻ പരസ്യമായിട്ട് അവരുടെ കൂടെ നിന്ന് ഞാൻ പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു, ഞാൻ വലിയ ആളാണ്. എന്തൊരു ലജ്ജാകരമാണ് നമ്മുടെ മാനസികാവസ്ഥ. And we celebrate it. അത് ചെയ്യുന്നവരും അതിനെ ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ആഘോഷിക്കുന്ന ഒരു പൊതുവായ മാനസികാവസ്ഥയിലേക്ക് സഭയും സമൂഹവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നാർസിസം is being legitimized and normalized. സ്വയം സ്നേഹം 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവര് സ്വസ്നേഹികളാകുമെന്നാണ് പറയുന്നത്. അവർക്ക് അവരോട് മാത്രമേ സ്നേഹമുള്ളൂ. സ്വസ്നേഹികളുടെ ഒരു കാലം. അതായത് സ്വന്തം ഈ നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നാർസിസ് എന്ന് പറയുന്ന ഒരു രാജാവ് നദിക്കരയിലൂടെ പോയ സമയത്ത് നദിയിലേക്ക് എത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം ശാന്തമായ നദിയിൽ അദ്ദേഹം കണ്ടു, പ്രതിബിംബമായി കണ്ടു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഹി സീ ഹിംസെൽഫ്. ആ പ്രതിബിംബത്തോട്, തന്റെ തന്നെ പ്രതിരൂപത്തോട് ഈ മനുഷ്യന് വലിയ പ്രണയമായി, സ്നേഹം തുടങ്ങി. പിന്നെ ഈ പുള്ളിയുടെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് അദ്ദേഹം നോക്കി തന്റെ രൂപം കണ്ടങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. സ്വയം ആസ്വദിക്കുന്നവരുടെ ഒരു ലോകം. വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവീനെന്ന. യു സേവ് യുവർ സെൽഫ്സ്. ചില കാര്യങ്ങൾ യു ഹാവ് ടു സേവ് യു. നമ്മളെ രക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. someone will never come to save you. ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ ആരും വരില്ല, ഓർക്കണം. നമ്മൾ തന്നെ രക്ഷിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണം. നിങ്ങൾ തന്നെ രക്ഷിക്കപ്പെടുവീൻ. ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും രക്ഷിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക? We have to save ourselves. ഈ ലോകത്തിന്റെ വക്രതയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, ചതിയിൽ നിന്ന് നമ്മള് മാറി നടക്കണം. നമ്മളിപ്പോ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് മാറാൻ മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ മാറ്റും. അതാണ്. We try to change God. നമുക്ക് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെന്ത് ചെയ്യണം? നീ മാറാൻ പറയും. അല്ലേ? നമുക്ക് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഭ മാറാൻ പറയും. Change the church. Change the Bible. Change the meaning of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ അർത്ഥത്തെ നമ്മൾ മാറ്റും. കാരണം നമുക്ക് മാറാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ എല്ലാം മാറ്റും. അത്രത്തോളം ഒരുപക്ഷെ വീണ്ടെടുക്കാൻ കഴിയുമോ, രക്ഷിക്കപ്പെടാൻ കഴിയുമോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഗണത്തിലാണ്, ഒരു കാലസന്ധിയിലാണ് സഭയായിരിക്കുന്നത്, നമ്മളൊക്കെ ആയിരിക്കുന്നത്. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ചിലയിടത്ത് നിന്ന് നമ്മളെ തന്നെ രക്ഷിച്ചു പിടിക്കണം. വി നീഡ് ടു സേവ് ourselves ഫ്രം certain sins. ചില പാപങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം, രക്ഷിച്ചു നിർത്തണം. അവിടെയാണ് രൂപാന്തരം ആരംഭിക്കുന്നത്. നമ്മളിന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിലും ഈ സുവിശേഷം കേട്ട പല സംസ്കാരങ്ങളിലും ഭാഷകളിലും ഒക്കെയുള്ള മനുഷ്യർക്കുണ്ടായ വികാരമില്ല. എന്ത്? ഹൃദയത്തിൽ കുത്തുകൊള്ളാറില്ല. ആന്തരികമായി നമ്മൾ വചനത്തെ സ്വാംശീകരിക്കാറില്ല. നമ്മൾ ഉള്ളിലേക്ക് വചനം ഏറ്റെടുക്കാറില്ല. There is no internal disturbance. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും അച്ഛനായി ലെറ്റ് മീ സേ ചില കാര്യങ്ങളൊക്കെ
ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ എനിക്കൊരു ആന്തരികമായ അസ്വസ്ഥതയുണ്ട്. ഞാനത് വീട്ടിൽ വരുമ്പോൾ പറയാറുണ്ട്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? പക്ഷെ നമ്മളുടെ ഘടനയ്ക്ക് വേണ്ടി, സിസ്റ്റത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരുന്നു. At times we need to listen to the voices of our inner beings. നമ്മുടെ ഉള്ളിലുള്ള ദൈവശബ്ദത്തെ നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. And unless and until we listen to the just voice, internal voice of justice, we cannot change. നമുക്ക് മാറാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ, രൂപാന്തരപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, വിടുതൽ അനുഭവിക്കുന്ന ഒരു സഭയായി, സമൂഹമായി നമ്മൾ മാറണമെങ്കിൽ, change yourself according to the calling of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ വിളി അനുസരിച്ച്, ആഹ്വാനം അനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിലെ വക്രതകളിൽ നിന്ന്, കാപട്യങ്ങളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, ചതിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുവാൻ, മാറി സഞ്ചരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വേലി കെട്ടി സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. That is the demand of the Holy Spirit. That is the demand of the word of God. അതാണ് ദൈവവചനത്തിന്റെ നിർബന്ധം. ദൈവവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. Stay away from sins. Keep away from the follies of this world. ഈ ലോകത്തിന്റെ കാപട്യങ്ങളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അതിനോട് ചേരാതിരിക്കാൻ, കൂട്ടുകൂടാതിരിക്കാൻ, അതിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും അതിൽ നിന്ന് സംരക്ഷിച്ചു പിടിക്കുവാൻ, അതിൽ നിന്ന് സൂക്ഷിച്ചു വയ്ക്കുവാൻ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ മേൽ വന്നപ്പോൾ ആ സഭ മാത്രമല്ല, ആ സഭ മാറാൻ തുടങ്ങി. ആ മാറിയ സഭയുടെ വചനം കേട്ട ചുറ്റുപാടുകളിലും മാറ്റം സംഭവിച്ചു തുടങ്ങി. പറയുന്നത്, ആ വചനം കേട്ടവർ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. സ്നാനം അവരുടെ മാറ്റത്തിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള പുറമേയുള്ള ആക്റ്റാണ്. Because that is the beginning of the church. അവര് മാറി, അവരാ മാറ്റത്തെ സ്വാഗതം ചെയ്തു. മാറിയവർ, ദൈവത്തിന്റെ വചനത്താൽ രൂപാന്തരം പ്രാപിച്ചവർ മറ്റൊരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി നിലനിൽക്കുവാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ അവർ മുൻപോട്ട് നീങ്ങി. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ ദൈവവചനപ്രകാരം നിരന്തരം രൂപാന്തരപ്പെടുന്ന വക്രതകളിൽ നിന്ന്, കാപട്യങ്ങളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് മാറി നിൽക്കുന്ന, അകന്ന് ജീവിക്കുന്ന ഒരു സഭയായി, സമൂഹമായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദൈവ വിളിക്കനുസരിച്ച് ഞങ്ങൾക്ക് കർത്താവെ മാറുവാൻ വേണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ കർത്താവെ, ഞങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ കർത്താവെ, ഞങ്ങളെ തന്നെ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുവാൻ വേണം. ഞങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾ തന്നെ ഒന്ന് നോക്കുവാനുള്ള ദൈവകൃപയൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നാഥ, അതിലൊക്കെ അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവിൽ സന്തോഷിപ്പാട്ടൊക്കെ വേണം. കർത്താവെ, ക്രിസ്മസ് കാലയളവ് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന, ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം പകരുന്ന, ഞങ്ങൾക്ക് സമാധാനം പകരുന്ന, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ കർത്താവെ, കരുതലോടെയൊക്കെ ആയിത്തീരുന്ന ദിവസങ്ങളാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് എൻ്റെ കർത്താവിൻ്റെ ജനനം ഞങ്ങൾ കർത്താവെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് ജനിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അതോട് കർത്താവെ ഞങ്ങൾ പുതിയ സൃഷ്ടികളായിട്ട് രൂപാന്തരപ്പെടുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ കർത്താവെ. ദൈവമേ 2024 ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ കർത്താവെ കുറച്ചധികം മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഒന്നുകൂടി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയ പിതാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേർ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു കർത്താവെ. പിഞ്ചു പൈതങ്ങൾ, യൗവനക്കാർ കർത്താവെ, വാർദ്ധക്യത്തിലുള്ളവർ, രോഗികൾ കർത്താവെ, പ്രയാസത്തിലായിരിക്കുന്നവരൊക്കെ കർത്താവെ ദൈവമേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവെ ഞങ്ങളും ഒരു നാൾ നിന്റെ സന്നിധിയിൽ എത്തിപ്പെടേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ദൈവസന്നിധിയിൽ കർത്താവെ താഴ്മയോടും വിനയത്തോടും ദൈവസ്നേഹത്തോടും ഒക്കെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ തന്നെ ഞങ്ങളുടെ നല്ല കൂട്ടാളിയായിട്ട് എപ്പോഴും ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ് തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, വിശ്വാസത്തോടെ വിശ്വസ്തയോടെ അവിടുത്തെ സന്നദ്ധയിലായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിരിക്കുന്ന ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കർത്താവേ പ്രവർത്തനങ്ങളിലും അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്നു മുതൽ നടക്കുന്ന ക്യാരൽ റൗണ്ട്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് വിളിച്ചോതിക്കൊണ്ട് ഓരോ ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ഭവനങ്ങളുടെ മേലും അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. അതിനനുസരിച്ചൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ നാളുകളിൽ ക്രമീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭാവിശ്വാസികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും അവരോട് കൂടെ ഇരിക്കണമേ. ആരോഗ്യത്തോടെ എല്ലാവരുമായിരിക്കാനുള്ള ദൈവകൃപ എല്ലാവർക്കും അവിടുന്ന് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി പ്രിയ പിതാവ് കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളെ പരീക്ഷയിലേക്ക് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യശക്തി മഹത്വം നിനക്കുള്ളതാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നാം എല്ലാവരോടും പ്രത്യേകമായി നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മയിലെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ ബാബു മാത്യു ബാബുചാനോടും സങ്കീർത്തനം വായിച്ച പ്രതിഭ ആൻറ്റിയോടും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ റീനിയോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ കരോൾ റൗണ്ട്സ് ആരംഭിക്കുകയാണ്. ലിസ്റ്റൊക്കെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. 7 മണിക്ക് പാഴ്സണയിൽ നിന്ന് ആരംഭിക്കും. പാഴ്സണയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരാവുന്നതാണ്. ഒരു ചെറിയ വണ്ടി 12 സീറ്റർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് തികഞ്ഞിട്ടില്ല എങ്കിലും അതിൽ പോകാവുന്നവർക്ക് പോകാം. ബാക്കിയുള്ളവർ അവരുടെ വണ്ടികളും എടുക്കാം. പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർണമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ.